हाय बच्चों, आज हम हमारा तालीमी सरगर्मियाँ देखेंगे. നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ നമുക്കിന്ന് നോക്കാം. देखिए बच्चों, गुफ्तगू सब खैरियत से है और से पढ़े और सवालों के जवाब लिखिए. എന്താ പറഞ്ഞിരിക്കുന്നത്? സബ് ഖൈരിയത്ത് സേഹേം എന്നുള്ള ഗുഫ്തഗു വളരെ ശ്രദ്ധയോടെ വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സവാലുകൾക്കുള്ള ജവാബ് നൽകണം. അപ്പോൾ ആദ്യത്തെ സവാൽ, അമൽ നാദിറാക്കി ഗർ ക്യോം ആയ. അമൽ നാദിറയുടെ വീട്ടിലേക്ക് എന്തിനാണ് വന്നത്? അറിയാം, ഇതിലെ ചോദ്യപദം ക്യോം ആണ് അല്ലേ? എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എന്തിനാ വന്നത് നമുക്കറിയാം. അമൽ തൻ്റെ സഹോദരിയുടെ കല്യാണം ക്ഷണിക്കാനായിട്ടാണ് വന്നത് അല്ലേ? നമുക്കതിന് ഉത്തരം ഒന്ന് എഴുതി നോക്കാം. അമൽ നാദിറാക്കി ഗർ बहन की शादी की दावत, बहन की शादी की दावत देने के लिए आया അല്ലേ? തൻ്റെ സഹോദരിയുടെ കല്യാണത്തിൻ്റെ ക്ഷണം അല്ലെങ്കിൽ കല്യാണത്തിന് ക്ഷണിക്കാനായിട്ടാണ് നാദിറയുടെ വീട്ടിലേക്ക് വന്നത്. ഇനി അഗ്ലാ സവാൽ, ഷാദി മേ ക്യാ ക്യാ റിസ്മേ ഹോത്തി ഹേ. രണ്ടാമത്തേത്, എന്തൊക്കെ റിസ്മുകൾ, എന്തൊക്കെ ചടങ്ങുകളാണ് ഷാദിയിൽ ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഷാദി മേ ഇതിൽ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒന്ന് ബാരാത്തും ഒന്ന് നിക്കാഹും. അതല്ലാതെ നമുക്കറിയാം മെഹന്തി ഉണ്ടാവാറുണ്ട്. ഷാദി മേ മെഹന്തി, ബാരാത്ത്, അതേപോലെ തന്നെ നിക്കാഹ്. ജൈസേ റിസ്മേ ഹോത്തി ഹേ. ഇതിലെ ചോദ്യപദം ഏതാണ്? ക്യാ ക്യാ ആണ്. അപ്പോൾ നമ്മൾ ആ ക്യാ ക്യാ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇവിടെ മെഹന്തി, ബാരാത്ത്, നിക്കാഹ് അങ്ങനെ അത് ചേർത്തിട്ടാണ് എഴുതിയത്. ഇനി അഗ്ലാ സവാൽ, അമൽ കി ബഹൻ കി ഷാദി കബ് ഹെ അല്ലേ? അമലിൻ്റെ ബഹൻ്റെ ഷാദി എപ്പോഴാണ്? നമുക്കറിയാം എപ്പോഴാണ്? 24 അഗസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ഉത്തരം എഴുതി നോക്കാം. അമൽ കി ബഹൻ കി ഷാദി 24 അഗസ്റ്റ് ഇത്വാർ കാ ദിൻ ഹെ അല്ലേ? ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉത്തരം. അപ്പം ഇനി അടുത്ത ചോദ്യം. अगला सवाल देखिए बच्चों. बच्चों, गुफ्तगू सब खैरियत से है, आपने पढ़ी है ना? इसे रोल प्ले के ज़रिए पेश करें. यह हम क्या करना है? എന്താ ചെയ്യണ്ടേ? സബ് ഖൈരിയത്ത് സേഹേം എന്നുള്ള ആ സംഭാഷണം നമ്മൾ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ നാദിറ ആവണം ഒരാൾ അമലാവണം, ഒരാൾ നാദിറയുടെ അമ്മയാവണം. എന്നിട്ട് അത് നല്ല വോയിസ് മോഡുലേഷനൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് വായിച്ച് അവതരിപ്പിക്കണം. അതാണ് റോൾ പ്ലേ. ഓക്കെ, അടുത്തത് നോക്കൂ. പഠീം സംജീം ഓർ ജുംലെ ബനായി. എന്താ ചെയ്യേണ്ടത്? വായിക്കൂ, മനസ്സിലാക്കൂ, എന്നിട്ട് വാചകം നിർമ്മിക്കൂ. ആദ്യത്തേത് എന്താ? 2 കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ കോളത്തിൽ അഗ്ലേ ദിൻ, അഗ്ലേ ഹഫ്തെ, അഗ്ലേ മഹീനെ, അഗ്ലേ സാൽ. എന്താ ഈ അഗ്ലേ എന്ന് പറഞ്ഞാൽ? അതെ, അടുത്ത അല്ലേ? അപ്പം ദിൻ നമുക്കറിയാം ദിവസം, ഹഫ്തെ ആഴ്ച, മഹീനെ മാസം, സാൽ വർഷം. ഇനി ഇത് വെച്ച് ജുംല തയ്യാറാക്കണം. നോക്കൂ, അഗ്ലേ ദിൻ സ്കൂൾ അസംബ്ലി ഹെ, അടുത്ത ദിവസം സ്കൂൾ അസംബ്ലി ഉണ്ട്. ഇനി അടുത്തത് 3 നമ്മൾ കംപ്ലീറ്റ് ആക്കണം. നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ആക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ജവാബ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജുംല തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ, അഗ്ലേ എന്ന് പറഞ്ഞാൽ അടുത്ത എന്നാണ് അർത്ഥം. ദിൻ ദിവസം, ഹഫ്തെ ആഴ്ച, മഹീനെ മാസം, സാൽ വർഷം. ഇനി അഗ്ലേ ഹഫ്തെ ദീവാലി ഹേ അല്ലേ? അടുത്ത ആഴ്ച ദീപാവലിയാണ്. അഗ്ലേ മഹീനെ യൗമേ ആസാദി ഹേ, അടുത്ത മാസം യൗമേ ആസാദിയാണ്, സ്വാതന്ത്ര്യ ദിനമാണ്. അഗ്ലേ സാൽ 2026 അടുത്ത വർഷം എന്താ? 2026. അപ്പോൾ ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ വേറെ വാചകങ്ങളും നിർമ്മിക്കാം. അടുത്തത് നോക്കൂ. അമൽ കി ബഹൻ ഷംല ഷാദി की दावत देती हुई अपनी सहेली निर्मला से व्हाट्सएप के जरिए ചാറ്റ് करने लगी. എന്താ പറഞ്ഞത്? അമലിൻ്റെ സഹോദരിയായ ഷംല
കല്യാണം അല്ലെങ്കിൽ വിവാഹം ക്ഷണിക്കാനായി തൻ്റെ കൂട്ടുകാരിയായ നിർമ്മലയ്ക്ക് എന്താ പറയുക വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയാണ് കേട്ടോ. വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, വിവാഹത്തിന് ക്ഷണിക്കുകയാണ്. ബച്ചു ചാറ്റ് കർണേ മേ ഷംല കി മദത് കരേ. ചാറ്റ് ചെയ്യാനായിട്ട് ഷംലയെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഹലോ നിർമ്മല കൈസി ഹോ അല്ലേ, ആദ്യം ചോദിക്കുന്നു നിർമ്മല കൈസി ഹോ, സുഖമാണോ അല്ലേ, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. പറയുന്നു ഹലോ ഷംല അച്ചി ഹും ഓർ തും അല്ലേ, നന്നായി പോകുന്നു, നീയോ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പറയുക, സുഖമാണ് എന്ന് തന്നെയായിരിക്കും പറയുക അല്ലേ. പിന്നെ അടുത്തത് എന്താ നോക്ക്, നമുക്ക് എഴുതാം, അതിന് മുന്നേ ഒന്ന് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. അടുത്തത് എക് ഖുഷ് ഖബരി ഹേ, എന്താ പറയുന്നത്, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. അപ്പോൾ നമ്മുടെ നിർമ്മല പറയുന്നുണ്ട് അച്ഛാ തോ ബതാവോന അല്ലേ, ശരി എന്നാൽ പറയൂ അല്ലേ. അപ്പം എന്തായിരിക്കും സന്തോഷ വർത്തമാനം, അതെ ഷാദി ആയിരിക്കും അല്ലേ, ഷംലയുടെ ഷാദിയാണല്ലോ, അതായിരിക്കും. അപ്പോൾ നമ്മുടെ നിർമ്മല അരേ വാ മുബാറക് ഹോ ഷാദി കബ് ഹേ അല്ലേ, എന്താ ചോദിക്കുന്നത്, എന്താ പറയുന്നത്, ആശംസകൾ, എപ്പോഴാണ് കല്യാണം. അപ്പം എപ്പോഴാണ് കല്യാണം അറിയാലോ നമുക്ക്, അതെ 2026 ഓഗസ്റ്റിനാണ്. ഇനി ബാക്കിയുള്ള 2 അവർ തമ്മിലുള്ളത് നമ്മൾ പൂർത്തിയാക്കണം. നമുക്കത് എന്താണെന്നൊന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഉത്തരം എഴുതിയിരിക്കുന്നത്. നിനക്കോ എന്ന് ചോദിച്ചു അല്ലേ. ഇപ്പോൾ പറയുന്നു മെമ്പി അച്ചീഹും, നമ്മുടെ നിർമ്മല അച്ചീഹും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് പറയുന്നു, മെമ്പി അച്ചീഹും, ഞാനും നന്നായിരിക്കുന്നു. പിന്നെ സന്തോഷ വർത്തമാനത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അച്ചാത്തോ ബത്താവോന, എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പറയാണ് മേരി ഷാദി ഹോനെ വാലി ഹേ, എൻ്റെ കല്യാണമാവുകയാണ് അല്ലെങ്കിൽ എൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അരേ വാ മുബാറക് ഹോ ഷാദി കബ് ഹേ എന്ന് ചോദിച്ചു, എപ്പോഴാണ് കല്യാണം. അപ്പോൾ ദാ നമ്മുടെ 24 അഗസ്റ്റ് ഇതുവാർ കാ ദിൻ ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബഹുത്ത് അച്ഛാ ഷംല അല്ലേ, വളരെ നല്ല കാര്യം ഷംല. അപ്പോൾ നമ്മുടെ ഷംല പറയുകയാണ് തും ജറൂർ ആനാഹി, നീ തീർച്ചയായും വരണം. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ഈ ചാറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ വേറെ രീതിയിൽ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഈ അവസാനത്തെ 2 വരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റി എഴുതാം. ഓക്കെ. अगला सवाल, बच्चों इशारों की मदद से ഷാദി കെ ബാരെ മേ നോട്ട് തയ്യാർ കരെ. എന്താ പറഞ്ഞിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്താൽ ഷാദിയെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ഇഷാറയെ കൊടുത്തിട്ടുണ്ട്, ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ദുൽഹ, ദുൽഹൻ, മെഹന്തി, ഷാമിയാന, ഷർബത്ത്, ഖാന, സേവ്രാത്ത്, ബാരാത്ത്, സജാവട്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നും എന്തൊക്കെ ജുംലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെന്നും നമുക്ക് പെട്ടെന്ന് നോക്കാം. വാക്കുകൾ വെച്ച് നമ്മൾ ഇത്രയും ജുംലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, ഘർ കെ ആംഗൺ മേ ഷാമിയാന ലഗായ ജാത്താ ഹെ, വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അല്ലെങ്കിൽ പന്തലിടുന്നു. സഹേലിയാൻ ദുൽഹൻ കോ മെഹന്തി ലഗാത്തി ഹെ, തോഴിമാർ വധുവിന് മെഹന്തി അണിയിക്കുന്നു. റിഷ്തദാർ ഉസേ സേവ്രാത്ത് പഹനാത്തേ ഹെ, അതുപോലെ തന്നെ ബന്ധുക്കൾ അവൾക്ക് അല്ലെങ്കിൽ ദുൽഹൻക്ക് ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കുന്നു. അതുപോലെ ദുൽഹാക്കെ ദോസ്തവും ഉസേ നയേ കപ്പട പഹനാത്തേ ഹെ അല്ലേ, അതുപോലെ വരൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തിന് പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു കൊടുക്കുന്നു. ബാരാത്ത് ഷാദി കെ ദിൻ ദുൽഹൻ കെ ഘർ ആത്തേ ഹെ, അതുപോലെ തന്നെ വരൻ്റെ സംഘം കല്യാണ ദിവസം ദുൽഹൻ്റെ വീട്ടിലേക്ക് വരുന്നു. ലോഗ് മസീദാർ ഖാന കാത്തേ ഹെ, ആളുകൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നു. ഓർ മീട്ടേ മീട്ടേ ഷർബത്ത് ബി പീത്തേ ഹെ, പിന്നെയോ നല്ല മധുരമുള്ള പാനീയങ്ങളും ജ്യൂസുകളൊക്കെ കുടിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.